ചേന്നമംഗലം കൂട്ടക്കൊലക്കേസിൽ പ്രതി റിതു ജയനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇന്ന് പുലർച്ചെയാണ് തെളിവെടുപ്പ് നടത്തിയത്. ജനരോഷം ഉണ്ടായേക്കാമെന്ന സാഹചര്യം കണക്കിലെടുത്ത് കനത്ത പോലീസ് വലയത്തിലായിരുന്നു നടപടിക്രമങ്ങൾ. റിതുവിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഇന്ന് രാവിലെ തെളിവെടുപ്പ് നടന്നത്. 1 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തീകരിക്കാനാണ് പോലീസിന്റെ നീക്കം. പ്രതിക്ക് മാനസിക സംഘർഷങ്ങൾ ഇല്ലെന്ന് ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ പ്രതികരിച്ചു. അതേസമയം ലഹരിക്ക് അടിമയായതുകൊണ്ട് നേരത്തെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സ തേടിയിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. അങ്ങനെ പ്രത്യേകിച്ച് മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടായിട്ട് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ലഹരിക്കുള്ള ചികിത്സ നേരത്തെ നൽകിയിട്ടുള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അത് ഒരു താൽക്കാലിക ചികിത്സയായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. അതിൽ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് ആൾക്കില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. ഇരു കുടുംബങ്ങളും തമ്മിൽ 3 വർഷത്തിലധികമായി തർക്കം നിലനിൽക്കുന്നുണ്ട്. കുടുംബത്തിലുള്ളവരോട് വിരോധമുള്ളതായി റിതു സുഹൃത്തുക്കളോട് നേരത്തെ പറഞ്ഞതായും വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ചികിത്സയിലുള്ള ജിതിൻ ബോക്സിന്റെ ആരോഗ്യനില മെച്ചപ്പെടുമ്പോൾ മൊഴിയെടുക്കാമെന്നും പോലീസ് അറിയിച്ചു. ഇവർ തമ്മിൽ അയൽവാസികളായിട്ട് ഒരു 3 വർഷമായിട്ട് അവിടെ വിഷയങ്ങളുണ്ട്. ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇരുകക്ഷികളും നേരത്തെ പല സമയത്തും ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ശത്രുതയാണ്. അത് പലതരത്തിൽ ഇങ്ങനെ ഓരോ സമയത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് മനസ്സിലായിട്ടുള്ളത്. റിതുവിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. തുടർന്ന് നാളെ ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് അറിയിച്ചു. സംഭവത്തിന് ദൃക്സാക്ഷികളായ കുട്ടികളുടെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം ആക്രമിക്കപ്പെട്ട് ചികിത്സയിലുള്ള ജിതിൻ ബോസ് ജീവനോടെ രക്ഷപ്പെട്ടതിൽ നിരാശയെന്ന പ്രതി റിതു ജയൻ. ജിതിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം മുഴുവൻ നടത്തിയത്. തലക്കടിച്ചതിനു പുറമെ കത്തികൊണ്ട് കുത്തിയത് മരണം ഉറപ്പിക്കാനാണെന്നും റിതു പോലീസിനോട് പറഞ്ഞു. കുടുംബത്തിലെ എല്ലാവരുടെയും മരണം ഉറപ്പിക്കാനായിരുന്നു ആവർത്തിച്ച് തലക്കടിച്ചതെന്നും കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുകയായിരുന്നു ഉദ്ദേശമെന്നും റിതു മൊഴി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 17-നാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. ജനം, കൊച്ചി.